വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രൻ്റെ അഭിനയിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു SP-യുടെ തൊപ്പി ഉണ്ടായിരുന്നു. മനസ്സിലായി? കാറിൻ്റെ പുറയിൽ കാറിൻ്റെ ഗ്ലാസ്സില്ലേ, ഗ്ലാസ്സിൻ്റെ ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാധാരണ SP-മാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിരിക്കുന്ന പുറകെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറേ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു SP-യുടെ IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ പുറകെ സീറ്റിൻ്റെ പുറകിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞതിൽ എന്തിനും തെറ്റി. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു. അതിനുള്ള എന്ത് പറയാനാണ്? നമ്മൾ പണ്ടൊക്കെ എല്ലാവരും അടിയന്തരാവസ്ഥയാണ് കുറ്റം പറഞ്ഞിരുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള ചെറുപ്പക്കാരായ നമ്മളൊക്കെ. പക്ഷേ അതൊന്നുമല്ല അടിയന്തരാവസ്ഥ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പോക്കാണ് പോകുന്നത്. ഇതൊരു നല്ല കാര്യമല്ല. കാരണം ഈ വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാമെന്ന് കരുതുന്ന ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നല്ല, ഒരു നല്ല കാര്യമല്ല. കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം. ഇപ്പം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. അതിന് അവരെ അടിച്ചമർത്താൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിയ ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിനിടയിൽ അയാളെ ഞാനിവിടെ നിന്ന് ഓടിച്ചില്ലല്ലോ, എനിക്ക് അധികാരമുണ്ടെന്നും പറഞ്ഞു. നമസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആശയാവിഷ്കാരത്തിനും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കൂച്ചുവിലങ്ങിട്ട് അടിച്ചമർത്തിയിരുന്നത് അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ അടിയന്തരാവസ്ഥയൊന്നും ഒന്നുമല്ല എന്നുള്ള ഒരു ധാരണ ഉളവാക്കുന്ന തരത്തിലാണ് സമകാലീന ഇന്ത്യയിലെ ചില സംഭവങ്ങൾ എന്നാണ് മന്ത്രി KB ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. എമ്പുരാൻ എന്ന സിനിമയുമായി ചില വിമർശനങ്ങൾ ഉയർന്നു വരികയും ഈ വിമർശനങ്ങളെ അസഹിഷ്ണുതയോട് കൂടി കാണുന്ന സർക്കാർ എമ്പുരാൻ സിനിമയുമായി സഹകരിച്ച സാങ്കേതിക പ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും വീട്ടിൽ ED റെയ്ഡ് ഉൾപ്പെടെ, അല്ലെങ്കിൽ അവരെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തുന്ന ചില നിയമ നടപടികളുമായി സർക്കാർ സംവിധാനങ്ങൾ ഇറങ്ങി തിരിച്ചതിനെ കുറിച്ചാണ് മാധ്യമങ്ങൾ മന്ത്രി KB ഗണേഷ് കുമാറിനെ കണ്ടപ്പോൾ ചോദിച്ചത്. ഇതിന് മറുപടി പറയുന്നതിനിടയിലാണ് മന്ത്രി KB ഗണേഷ് കുമാർ അടിയന്തരാവസ്ഥ അനുസ്മരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ആവശ്യം തന്നെയാണ്. അത് തന്നെയാണ് സ്വാതന്ത്ര്യം. അവനവന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുറന്നു പറയുവാനുള്ള ആർജവവും നട്ടലും എല്ലാ മനുഷ്യർക്കുമുണ്ട്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് സംസ്കാരപൂർണമായ ഒരു സമൂഹത്തിന് ചേർന്നതല്ല, ഒരു ഭരണകൂടത്തിന് ചേർന്നതല്ല. നിർഭാഗ്യവശാൽ ഇന്നിപ്പോൾ ഭാരതത്തിൽ നടക്കുന്നത് ഇത് തന്നെയാണ് എന്നാണ് KB ഗണേഷ് കുമാർ തുറന്നടിച്ചത്. എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സമകാലീന ഭാരതത്തിൽ, സമകാലീന കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദ കോലാഹലങ്ങളെ കുറിച്ച് തന്നെയാണ് KB ഗണേഷ് കുമാർ തുറന്നടിച്ചത്. സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് KB ഗണേഷ് കുമാർ മറ്റൊരവസരത്തിൽ പറഞ്ഞത്. എന്നാൽ മാധ്യമങ്ങളോട് ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത കാണിക്കുന്നത് KB ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന, KB ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യം KB ഗണേഷ് കുമാർ മറന്നുപോയോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടി കേട്ടപ്പോൾ തോന്നിയത്. കടക്ക് പുറത്ത് എന്നാണ് പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാധ്യമങ്ങളോട് ഇത്രത്തോളം അസഹിഷ്ണുത കാണിച്ചിട്ടുള്ള മറ്റൊരു ഭരണാധികാരി കേരളം ഭരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പിണറായി വിജയന്റെ ചില ചെയ്തികൾ കാണുമ്പോൾ മനസ്സിലായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് നിങ്ങൾ ആരാണ്, ഏതാണ് മാധ്യമം, നിങ്ങൾക്ക് എന്താണ് അധികാരം, ജനങ്ങളെക്കാൾ ഉപരിയായി നിങ്ങൾക്ക് എന്താണ് മാധ്യമങ്ങൾക്ക് അധികാരം എന്നൊക്കെ സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളാണ് മാധ്യമ പ്രവർത്തകർ KB ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിന് മറുപടി പറയുമ്പോഴാണ് KB ഗണേഷ് കുമാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലനായത്. എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും KB ഗണേഷ് കുമാറിനെ നയിക്കുന്ന ഭരണാധിപനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രത്തോളം വില കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് KB ഗണേഷ് കുമാർ മറന്നുപോയി എന്ന് വേണം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ. സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്ത തൃശ്ശൂർ ജനതയെ ഞാൻ പറയുള്ളൂ, സുരേഷ് ഗോപിയെ ഞാനൊന്നും തന്നെ പറയില്ല എന്നാണ് KB ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെ പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ചത്. പാവം തൃശ്ശൂർ ജനതയ്ക്ക് എന്തെങ്കിലുമൊക്കെ അവകാശങ്ങൾ നേടിക്കൊടുക്കുവാൻ സുരേഷ് ഗോപിക്ക് ആകട്ടെ എന്നുകൂടി പരിഹാസദ്യോതകമായി KB ഗണേഷ് കുമാർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും മാധ്യമങ്ങളെ അസഹിഷ്ണുതാപൂർവ്വം കണ്ട കാര്യങ്ങളൊന്നും തന്നെ KB ഗണേഷ് കുമാർ തന്റെ മറുപടിയിൽ അനുസ്മരിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. സുരേഷ് ഗോപി ഭരത് ചന്ദ്രനായി അഭിനയിച്ച സിനിമ പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കാറിന് പിൻവശത്ത് പുറകിൽ നിന്ന് നോക്കിയാൽ SP ഭരത് ചന്ദ്രന്റെ തൊപ്പി കുറെ കാലം സുരേഷ് ഗോപിയുടെ കാറിന് പുറകിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ പറഞ്ഞത്. അതായത് സുരേഷ് ഗോപി എപ്പോഴും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകിൽ നിന്ന് നോക്കുന്ന ആളുകൾക്കെല്ലാം
SP തൊപ്പി കാണാൻ സാധിക്കുമായിരുന്നു, IPS എന്നെഴുതിയ ഒരു തൊപ്പി കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴത് കാണുന്നില്ല. മുൻപ് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും ആ ദൃശ്യം ഓർമ്മയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി അതിനിശിതമായി കീറി മുറിച്ച് വിമർശിച്ചുകൊണ്ട് KB ഗണേഷ് കുമാർ തുറന്നടിച്ചത്. അതായത് ഭരത്ചന്ദ്രൻ എന്ന ആ IPS കാരൻ ഇപ്പോഴും സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടില്ല. ആ കഥാപാത്രത്തിനുള്ളിൽ തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയായിരുന്നു KB ഗണേഷ് കുമാർ. സുരേഷ് ഗോപി ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും മാധ്യമങ്ങളോട് ഇനി വരുന്ന ആളുകളിൽ പെരുമാറുന്നത്, എങ്ങനെയായിരിക്കും എന്നുള്ളത് ആശങ്ക തനിക്കുണ്ട് എന്ന് തന്നെ KB ഗണേഷ് കുമാർ തുറന്നടിക്കുന്നു. രാഷ്ട്രീയത്തിൽ ശത്രുതാ മനോഭാവത്തോടു കൂടി ആരെയും കാണേണ്ടതില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയട്ടെ. ഡെമോക്രസി, അതായത് ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ സൗന്ദര്യം വളരെ വലുതാണ്. അത് അനുവദിക്കപ്പെടേണ്ടത് തന്നെയാണ്. മന്ത്രിയായാലും അല്ലെങ്കിൽ MLA ആയാലും ഏത് പൊതുപ്രവർത്തകനായാലും മറ്റുള്ളവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കേണ്ടത് തന്നെയാണ് എന്നാണ് KB ഗണേഷ് കുമാർ പറഞ്ഞത്. താനിവിടെ പല അവസരത്തിൽ പല പരിപാടികൾക്ക് വന്നപ്പോഴും തന്നെ വിമർശിച്ച ആളുകൾ ഇന്നും ഈ പരിപാടിയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നു, തന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അവരെ താൻ ഒരിക്കലും മാറ്റി നിർത്തിയില്ലല്ലോ എന്നാണ് മന്ത്രി KB ഗണേഷ് കുമാർ തുറന്നടിച്ചത്. പാലക്കാടിന്റെ സ്വന്തം MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമങ്ങളെ കാണുമ്പോൾ മന്ത്രി KB ഗണേഷ് കുമാറിനോടൊപ്പം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും നിയമസഭയിൽ മന്ത്രിസഭാംഗങ്ങളെയെല്ലാം വിമർശിക്കുന്നത് താൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തോട് തനിക്ക് അക്കാര്യത്തിലൊന്നും വിരോധം തോന്നേണ്ട കാര്യമില്ലല്ലോ. അത് ജനാധിപത്യത്തിന്റെ മര്യാദയാണ്. അഥവാ ജനാധിപത്യത്തിൽ ഒരാളെ വിമർശിക്കുന്നതിനും സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുമെല്ലാമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. മന്ത്രി KB ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ചും എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചും അതീവ നിശിതമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ പണ്ടൊക്കെ എല്ലാവരും അടിയന്തരാവസ്ഥയാണ് കുറ്റം പറഞ്ഞിരുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള ചെറുപ്പക്കാരായ നമ്മളൊക്കെ. പക്ഷേ അതൊന്നും അല്ല അടിയന്തരാവസ്ഥ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പോക്കാണ് പോകുന്നത്. ഇതൊരു നല്ല കാര്യമല്ല. കാരണം ഈ വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാമെന്ന് കരുതുന്ന ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നല്ല, ഒരു നല്ല കാര്യമല്ല. കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം. ഇപ്പം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. അതിന് അവരെ അടിച്ചമർത്താൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിയ ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിനിടയിൽ അയാളെ ഞാനിവിടെ നിന്ന് ഓടിച്ചില്ലല്ലോ, എനിക്ക് അധികാരമുണ്ടെന്നും പറഞ്ഞു. അങ്ങേർക്ക് എന്നെ വിമർശിക്കാൻ, എൻ്റെ എന്തെങ്കിലും പ്രവൃത്തിയെ വിമർശിക്കാൻ ഒരു തൊഴിലാളിക്ക് അവകാശമുണ്ട്. അത് ഞാൻ കൈകടത്തേണ്ട കാര്യമില്ല. ഇന്നും അദ്ദേഹം ഇവിടെ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. ഞാൻ ആളിനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല. വിമർശനം വേണം. ഡെമോക്രസിയിൽ വിമർശനം വേണമെന്നുള്ള അഭിപ്രായക്കാരൻ ഞങ്ങളെല്ലാവരും. നമുക്ക് അതിനെ കണ്ട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചൊരു കാര്യമില്ല, അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. പാർലമെൻറ്റ് അസംബ്ലിയിലും രാഹുലിൻ്റെ അടുത്ത് നിൽക്കുന്നു. അദ്ദേഹം പ്രതിപക്ഷത്തെ MLA ആണ്. ഞാൻ പറഞ്ഞത് ചിലപ്പം പരിഹസിച്ചൊക്കെ അവർ നമ്മളെ പ്രസംഗിക്കുക. അത് ആ സമയത്ത് അവരുടെ ജോലിയാണ്. അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ജോലിയാണ്. അതെല്ലാവരും അങ്ങ് ചെയ്താൽ മതി. അല്ലാതെ അതിനൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ പാടില്ല. അത് ഡെമോക്രസിയിൽ ഒരു നല്ല കാര്യമല്ല. പിന്നെ മാത്രമല്ല, മനുഷ്യരല്ലേ, നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും വീണ്ടും കിടക്കുന്നവരല്ലേ. എന്തിനാണ് ഈ വൈരാഗ്യം രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ? അതൊന്നും കാര്യമില്ല. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പെരുമാറ്റം വലിയ വിമർശനം വന്നിട്ടുണ്ട്. ഒരു വിമർശനം വരുമ്പം കടക്ക് പുറത്തെന്ന് പറയുന്നത് വളരെ മോശമായ പെരുമാറ്റം താങ്കളുടെ സഹപ്രവർത്തനം കൂടിയായിരുന്നു. ഇല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞതിൽ എന്തിനും തെറ്റി. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും കണ്ട് എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു. അതിപ്പോൾ എന്ത് പറയാനാണ്? അതെ, ഇത് ഞാൻ പറഞ്ഞതല്ലേ. ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല. എനിക്കറിയാവുന്ന ആളിന് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രൻ്റെ അഭിനയിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു SP തൊപ്പി ഉണ്ടായിരുന്നു. മനസ്സിലായി? കാറിൻ്റെ പുറയിൽ, കാറിൻ്റെ ഗ്ലാസ്സിൻ്റെ ഇവിടെ പുറത്തേക്ക് നോക്കി. നമ്മൾ സാധാരണ SP മാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിരിക്കുന്ന പുറകെ വെച്ച്. ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറേ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു SP IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ സീറ്റിൻ്റെ പുറയിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും പറയാനുണ്ട്. ഇറങ്ങിപ്പോയോ കയറി വന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചോദിച്ചാൽ പറഞ്ഞു തരും. നമ്മളിൽ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ആരോട് പറയാം? ആക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. ഞാൻ സംവിധായകനല്ലല്ലോ, കട്ട് പറയാം.
ആക്ഷനും റിയാക്ഷനൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. നമ്മൾ കട്ട് പറയാൻ സംവിധായകനാണ്. കട്ട് പറയേണ്ട സംവിധായകർ പറയും, അത് ജനങ്ങളാണ്.